ജൂലൈ 23-ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കാനിരിക്കുന്ന കേന്ദ്ര ബജറ്റിനെ ഏറെ പ്രതീക്ഷയോടെയാണ് നിക്ഷേപകർ ഉറ്റുനോക്കുന്നത്. ബജറ്റ് പ്രഖ്യാപനത്തിന് മുൻപും പിൻപുമായുള്ള 24 ദിവസങ്ങൾ ഓഹരി വിപണിയിൽ നിർണായകമാണ്. ഓഹരി വിപണിയിലെ പുതിയ ചലനങ്ങളെക്കുറിച്ച് നിരവധി പ്രവചനങ്ങളാണ് പുറത്തുവരുന്നത്. ബ്രോക്കറേജ് സ്ഥാപനം JM ഫിനാൻഷ്യലിന്റെ പ്രവചനമനുസരിച്ച് ബജറ്റിന് മുൻപുള്ള കാലയളവിൽ ചലനമുണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന സ്റ്റോക്കുകളിൽ പ്രധാനികൾ ITC, റിലയൻസ് ഇൻഡസ്ട്രീസ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ഹീറോ മോട്ടോകോർ, സുമിറ്റോമോ കെമിക്കൽ ഇന്ത്യ, പവർ ഗ്രിഡ്, NTPC എന്നിവയാണ്. അടിസ്ഥാന മേഖലാ വികസനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ബജറ്റ് പ്രഖ്യാപനം ഉണ്ടാകുന്ന പക്ഷം ലാൻസർ ആൻഡ് ടൂബ്രോ, DLF, അംബുജ സിമെന്റ്സ്, APL അപ്പോളോ, ഇർകോൺ ഇന്റർനാഷണൽ, ഭാരത് ഫോർജ്, ബിഎടെക്, വാബാക്, സാങ്വി മൂവേഴ്സ് ഓഹരികളിലും മുന്നേറ്റമുണ്ടായേക്കാം. സെക്ഷൻ 80C പ്രകാരമുള്ള നിക്ഷേപങ്ങളുടെ നികുതി ഇളവ് പരിധി ഉയർത്തിയാൽ അത് അതിവേഗ ഉപഭോക്തൃ വിഭാഗത്തിൽപ്പെടുന്ന ഡാബർ ഇന്ത്യ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ഗോദ്രേജ് കൺസ്യൂമർ, നെസ്ലെ ഇന്ത്യ എന്നിവയുടെ ഓഹരി പ്രകടനത്തിൽ ചലനമുണ്ടാക്കും. അതേസമയം സിഗരറ്റ് അടക്കം പുകയില ഉൽപ്പന്നങ്ങളുടെ എക്സൈസ് തീരുവ വർദ്ധിപ്പിക്കാനുള്ള സാധ്യത ITC, ഗോഡ്ഫ്രൈ ഫിലിപ്സ് തുടങ്ങിയ സിഗരറ്റ് നിർമ്മാതാക്കൾക്ക് വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. റെയിൽവേ, പ്രതിരോധ മേഖലകളിലെ നിർണായക പ്രഖ്യാപനങ്ങളും ഓഹരിയിൽ പ്രതിഫലിച്ചേക്കും. പ്രതിരോധ മേഖലയിലെ വിഹിതമുയർത്തിയാൽ ഭാരത് ഇലക്ട്രോണിക്സ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽസ് ഓഹരികൾക്ക് അനുകൂലമാകും. റെയിൽവേ, പ്രതിരോധ മേഖലകളിലെ നിർണായക പ്രഖ്യാപനങ്ങളും ഓഹരിയിൽ പ്രതിഫലിച്ചേക്കും. പ്രതിരോധ മേഖലയിലെ വിഹിതമുയർത്തിയാൽ ഭാരത് ഇലക്ട്രോണിക്സ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽസ് ഓഹരികൾക്ക് അനുകൂലമാകും. റെയിൽവേ ബജറ്റ് പ്രഖ്യാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ സർക്കാർ ഓഹരികളായ ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ്, റെയിൽ വികാസ് നിഗം, സ്വകാര്യ മേഖലയിൽ ടിറ്റാഗഡ് റെയിൽ സിസ്റ്റംസ്, ഇർകോൺ ഓഹരികൾക്കും കുതിപ്പുണ്ടാകും. എന്നാൽ മുൻ വർഷങ്ങളിലെ കണക്കുപ്രകാരം ട്രെൻഡുകൾ അസ്ഥിരമാണെന്നതും കഴിഞ്ഞ 10 വർഷത്തിനിടെ 8 ബജറ്റിലും പ്രഖ്യാപന ദിനത്തിൽ ഓഹരി വിപണിയിലുണ്ടായ ലാഭനഷ്ടങ്ങൾ 2% താഴെയാണെന്നതും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ബിസിനസ് ഡെസ്ക്, ന്യൂസ് മലയാളം.